തലവേദന വരുമ്പോൾ, ഒരു പനി വരുമ്പോൾ, എന്തെങ്കിലും നിസാര ഒരു രോഗം വരുമ്പോ പരാതി പറയുന്ന മനുഷ്യ, ഒരിക്കലും പരാതി പറയല്ലേ, ഒരിക്കലും നീ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തല്ലേ. അല്ലാഹു എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ തന്നോ എന്ന് പറയല്ലേ. മോനെ, മഹാനായ സയ്യിദുനാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ സ്വഹാബികൾ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അബ്ദുല്ലാഹ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് തന്റെ വസ്ത്രമങ്ങ് മാറ്റി കാണിക്കുകയാ. പടച്ചവരെ, പച്ചയിറച്ചി ഇങ്ങനെ കുത്തിയെടുത്തിരിക്കുകയാണ്. തന്റെ എല്ലുകൾ വെളിയിൽ കാണോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് പരാതി പറയുമ്പോ റസൂലുള്ളാഹ് പറഞ്ഞു, സഹാബാ, നിങ്ങളുടെ മുൻഗാമികളുടെ അവസ്ഥ എന്തെന്നറിയോ? നിങ്ങളുടെ മുൻഗാമികളുടെ അവസ്ഥ എന്തായിരുന്നെന്നറിയുവോ? അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരില് കുടിയെടുത്തിട്ട് കുടിക്കകത്തേക്ക് അവരെ ഇറക്കി നിർത്തുകയാണ്. എന്നിട്ട് ഈർച്ചവാളെടുത്ത് അവരുടെ തലയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് ചോദിക്കുകയാ, ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുവോ? ഇല്ലെന്ന് പറയുമ്പോ പേപ്പർ മുറിക്കുന്നത് പോലെ അല്ലാഹുവേ, ഈർച്ചവാള് വെച്ചവരെ മുറിച്ചു മാറ്റുമായിരുന്നു എന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹു തന്നെ ചോദിക്കുകയാ, അല്ലാഹു തന്നെ ചോദിക്കുകയാ, പടച്ച റബ്ബിന്റെ സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് കടന്നു പോകാമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹു പറയുന്നു, ഇല്ല മനുഷ്യ, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇതെല്ലാം നീ നേരിടാതെ റബ്ബിന്റെ സ്വർഗം നിനക്ക് കിട്ടില്ല എന്ന് പ്രവാചകനും ഖുർആനും പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ജീവിതത്തിൽ ഞാനോ നിങ്ങളോ ഇന്ന് വരെ വിശന്നിട്ട് പച്ചില പറിച്ച് തിന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനും കുടുംബവും കഴിക്കാൻ ഭക്ഷണമില്ലാതെ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച ചരിത്രമങ്ങ് മറന്നുപോയോ? ഇലയുടെ മുകളിലൂടെ നടന്നുപോയ പുഴുക്കളെ പോലും വിശപ്പ് കാരണം എടുത്ത് കടിച്ചില്ലേ? 13 വർഷക്കാലം സമാധാനമില്ലാതെ ലോകത്തിന്റെ നേതാവ് പേടിച്ചു വിറച്ച് നടന്നില്ലേ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു എന്തെങ്കിലും ഒരു രോഗം തരുമ്പോ പരാതി പറയുന്ന ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഒരു നബിയുടെ കഥ പറഞ്ഞു തരികയാ, ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു തരികയാ. ഏത് പ്രവാചകനെന്നറിയോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. അല്ലാഹുവേ, അയ്യൂബ് നബിയുടെ ചരിത്രം വായിക്കണം ചെറുപ്പക്കാരാ. അയ്യൂബ് നബിയുടെ ചരിത്രം പഠിക്കണം പൊന്നുമോരെ. അല്ലാഹു ഒരുപാട് പരീക്ഷണം കൊടുത്ത പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. 81 വർഷക്കാല സുഖ ആഡംബരങ്ങൾക്ക് നടുവില് പട്ടിണിയും ദുരിതവും വേദനയും പ്രയാസവും എന്താണെന്നറിയാതെ ജീവിച്ച പ്രവാചകരോ. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുകയാണ്. പടച്ചവരെ, ലോകത്ത് ഇന്ന് വരെ ഒരാൾക്കും കൊടുക്കാത്ത ഒരു രോഗം അല്ലാഹു കൊടുക്കുകയാ. അവിടത്തെ ശരീരമുണ്ടല്ലോ, അവിടത്തെ ശരീരമുണ്ടല്ലോ, പടച്ച റബ്ബേ, പഴുത്തിങ്ങനെ പൊങ്ങുകയാണ്. അതാ അവിടെ നിന്നിങ്ങനെ പൊട്ടി ഒലിക്കുകയാ. പടച്ചവരെ, വല്ലാത്ത ദുർഗന്ധമാണ്. അയ്യൂബ് നബിയെ കാണുമ്പോ ജനങ്ങൾ മുഴുവനും ഓടി ഒളിക്കുകയാണ്. അല്ലാഹുവേ, മാരകമായ രോഗം കൊടുത്തു. ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് മരുന്ന് കഴിച്ചിട്ടും രോഗം മാറുന്നില്ലോ. അവിടത്തെ പടച്ചവര് ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് നാട്ടുകാരും കുടുംബക്കാരും മാറ്റി ഓടിക്കുകയോ. പെങ്ങള് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ആട്ടിയോടിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ എല്ലാവരും കൂടെ ഭർത്താവിനെ ആട്ടിയിറക്കുമ്പോ പടച്ചവനെ
അയ്യൂബ് നബിയുടെ ഭാര്യ കൂടെ നടക്കുകയാണ്. നിങ്ങളെ പഠിക്കണം പൊന്നുമോള്, ജീവിതത്തിൽ പഠിക്കേണ്ട ചരിത്രമാണ് റഹ്മത്ത് ബീബിയുടെ ചരിത്രം പൊന്നുമോള്. ഭർത്താവിന്റെ കഴുത്തറത്ത് കൊന്നിട്ട് ഓടുന്ന പെണ്ണുങ്ങൾക്ക് പഠിക്കാറുള്ള കഥയാ. അല്ലാഹുവേ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു മാരകമായ രോഗമാണ് കൊടുത്തത്. അവസാനം നടക്കാൻ കഴിയില്ലോ. പടച്ചവനെ എങ്ങനെയാണ് ജീവിച്ചതെന്നറിയുവോ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന് റഹ്മത്ത് ബീബി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ, കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ എടുത്തുകൊണ്ടാണ് റഹ്മത്ത് ബീബി നടന്നത്. അവസാനം നോക്കുമ്പോ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ താഴെ വീഴുകയോ. ഒട്ടും വയ്യാതെ ഇരിക്കുന്ന അയ്യൂബ് നബിയെ കണ്ടപ്പോ റഹ്മത്ത് ബീബി പറയുന്നു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ. നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു ദുആ സ്വീകരിക്കുമല്ലോ. നിങ്ങളുടെ ഈ രോഗമൊന്ന് മാറാൻ, നിങ്ങളുടെ ഈ രോഗമൊന്ന് മാറാ ഒന്ന് ദുആ ചെയ്തുകൂടെ നബിയേ? അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മത്ത് ബീബി ചോദിക്കുമ്പോ അയ്യൂബ് നബി കരയുകയാ. അയ്യൂബ് നബി കരയുകയോ. കരഞ്ഞുകൊണ്ട് പറയുന്നു, റഹ്മത്തേ, 81 കൊല്ലം അല്ലാഹു എനിക്ക് പണം തന്നല്ലോ, എനിക്ക് അധികാരം തന്നല്ലോ, എനിക്ക് സുഖം തന്നല്ലോ, എനിക്ക് ആരോഗ്യം തന്നല്ലോ, എനിക്ക് കൊട്ടാരങ്ങൾ നൽകിയല്ലോ, എനിക്ക് ഭാര്യമക്കളെ നൽകിയല്ലോ. എന്തിനാ അല്ലാ ഇതെനിക്ക് തന്നതെന്ന് ഇന്ന് വരെ ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിക്കാ നീ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് പടച്ചവൻ എനിക്കൊരു ചെറിയ പരീക്ഷണം തന്നപ്പോ അല്ലാഹുവോട് പരാതി പറയാൻ എനിക്ക് വയ്യ. എന്നെ നോക്കി നോക്കി മടുത്തെങ്കില് നിനക്ക് നിന്റെ വഴി നോക്കാമെന്ന് അയ്യൂബ് നബി പറയുമ്പോ പെങ്ങള് 1 വർഷമല്ല, 10 വർഷമല്ല, 18 കൊല്ലം ഇതുപോലെ നടന്നു. ഉമ്മ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ ഒരു കുഞ്ഞിനെ ചുമക്കുന്നത് 10 മാസമാ, 9.5 മാസമാ. പക്ഷേ റഹ്മത്ത് ബീബി എന്ന് പറയുന്ന ഭാര്യയുണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചുമന്നത് 18 കൊല്ലമോ. എല്ലും തോലുമായ അയ്യൂബ് നബിയെ കുഞ്ഞുങ്ങളെ ചുമക്കുന്നത് പോലെ റഹ്മത്ത് ബീബി ചുമന്നെന്ന് ചരിത്രം പറയുമ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരിക്കൽ പോലും പടച്ച റബ്ബിനോട്, നാഥാ എന്റെ രോഗമൊന്ന് മാറ്റിത്താല്ലോ, അവിടെന്ന് ഒരിക്കൽ പോലും ദുആ ചെയ്തില്ലോ. ഈ 18 കൊല്ലവും ഇങ്ങനെ നടക്കുകയാണ്. അവസാനം അയ്യൂബ് നബി അലൈഹിസ്സലാം എല്ലാ ദിവസവും ശൈത്താൻ വന്ന് നോക്കുകയാ. അയ്യൂബ് നബി പരാജയപ്പെടുന്നുണ്ടോ? അയ്യൂബ് നബി ദുആ ചെയ്യുന്നുണ്ടോ? എല്ലാ ദിവസവും മടങ്ങി പോവുകയാണ്. ഒരു ദിവസം നോക്കുമ്പോ അയ്യൂബ് നബി ഇരുന്ന് കരയുകയോ. പടച്ചവനെ, ശൈത്താന് വല്ലാത്ത അത്ഭുതമായി. അല്ലാഹുവേ, അയ്യൂബ് നബി തന്റെ കരങ്ങൾ ഉയർത്തുകയാണ്. തന്റെ 2 കരങ്ങൾ ഉയർത്തിയിട്ട് അയ്യൂബ് നബി അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. ശൈത്താൻ അടുത്ത് ചെന്ന് നോക്കുമ്പോ അയ്യൂബ് നബി അല്ലാഹുവോട് പറയുന്നു, നാഥാ എനിക്ക് ഇന്ന് വരെ ഒരു സുബ്ഹാനല്ലാഹ് പറയാറ്, ഒരു അൽഹംദുലില്ലാഹ് പറയാ, ഒരു ദിക്ർ പറയാറ് എന്നെ കൊണ്ട് കഴിയുമായിരുന്നു. അല്ലാഹ് ഇന്നതിനെ കഴിയുന്നില്ല റബ്ബേ. അതുകൊണ്ട് എന്റെ നാവിലെ രോഗം മാത്രം ഒന്ന് മാറ്റിത്തരുവോ അല്ലാഹ്. അപ്പോഴും തന്റെ രോഗം മാറ്റണമെന്നല്ല പറഞ്ഞത്. വഇന്നീ മസ്സനിയദ്ദുറു അന്ത അർഹമുർ റാഹിമീൻ. അപ്പോഴും അല്ലാഹുവിനോട് പറയുന്നത്, പടച്ചവരെ എന്റെ ഈ പ്രയാസമൊന്ന് മാറ്റിത്താ അല്ലാഹ്. 18 കൊല്ലം നടന്നിട്ട് ഒരിക്കൽ പോലും ദുആ ചെയ്തില്ലെങ്കിൽ ആ നബി കിടക്കുന്ന സ്വർഗ്ഗമോ, ആ പ്രവാചകൻ കിടക്കുന്ന സ്വർഗ്ഗമോ ഞാനും നിങ്ങൾ
ദുഃഖങ്ങളും ആഗ്രഹിക്കുന്നവര്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയോ, ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഇത് പടച്ചുറപ്പിന്റെ തീരുമാനമാണ്, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ആ വിചാരണയുടെ സമയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയോ, അവൻ നാളെ വിചാരണയില്ലാതെ റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ വിഭാഗം ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് അല്ലാഹ്ക്കെന്തോ എന്നോട് വെറുപ്പുള്ളത് കൊണ്ടാ എനിക്ക് ഈ പരീക്ഷണങ്ങൾ അല്ല, മനുഷ്യ സ്നേഹം കൊണ്ടാ, അല്ലാഹ്ക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമായത് കൊണ്ടാ അല്ലാഹു നിനക്ക് പരീക്ഷണങ്ങൾ തരുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷിച്ചത് പ്രവാചകന്മാരെയാ. ആ പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ ജനിച്ചപ്പോഴേ വാപ്പ പോയി, ജനിക്കുന്നതിന് മുമ്പേ പോയി വാപ്പ, യതീമായിട്ട് ജനിച്ചു. അല്ലാഹുവിന്റെ റസൂല് തന്റെ ഉമ്മാനെ ഒരുപാട് കാലം കണ്ടില്ല, കണ്ടു കൊതി തീരുന്നതിന് മുമ്പ് ഉമ്മ പോയി. പിന്നെ താങ്ങായിരുന്നവർ ഓരോന്നോരോന്നായി ഇങ്ങനെ പോയി. ഇത്രയും കൂടുതൽ നമ്മൾ ആരെങ്കിലും വിശന്നിട്ട് ഇല പറിച്ചു തിന്നിട്ടുണ്ടോ? റസൂലുള്ള കഴിച്ചു. അല്ലാഹുവിന്റെ റസൂല് പട്ടിണി കിടന്നു. എന്തെല്ലാം ദുരിതങ്ങളും ദുഃഖങ്ങളും അവിടെ നിന്ന് അനുഭവിച്ചത്. ഇതെല്ലാം സ്നേഹ കൂടുതൽ കൊണ്ടാ. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഒന്നാമത്തെ, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഈ ചങ്ങാതിമാർ ഒരുപാട് പേര് പറഞ്ഞു, ഉസ്താദെ കടലിൽ പോയി മീൻ പിടിക്കാൻ പോയി. ഒന്നുമില്ല ഉസ്താദെ, ലക്ഷങ്ങൾ കടവ, ലക്ഷങ്ങൾ കടവ. പറയും അല്ലാഹു അവരുടെയൊക്കെ കടങ്ങളൊക്കെ മാറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ സമാധാനം ഇല്ല നബിയെ, എല്ലാം പോയി, കച്ചവടമൊക്കെ പോയി നബിയെ, വല്ലാത്ത നഷ്ടത്തിലാ, ലക്ഷങ്ങളുടെ കടവ, ഞാൻ കടക്കാരനായി മരിച്ചു പോകുമെന്ന് ഞാൻ ഭയക്കുന്നു നബിയെ, എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കടം മാറാനുള്ള ഒരു വഴി, കടം മാറാനുള്ള ഒരു വഴി, കടക്കാരനായി മരിക്കാതിരിക്കാനുള്ള ഒരു വഴി പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. അല്ലാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. കടം മാറണം, കടമുള്ളവരുടെ കടം മാറണം, കടക്കാരനായി മരിക്കാതിരിക്കണം. ഇങ്ങനെയുള്ള അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം, ചെയ്യാൻ തീരുമാനിക്കുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഷാദ ചെയ്തൂടെ? കടം മാറാനുള്ള ഒരു വഴി പറഞ്ഞു തരാൻ, ചെയ്തൂടെ? ഓ, നീ വിചാരിക്കും ഉസ്താദ് എനിക്ക് കടമൊന്നും ഇല്ലാന്ന്. കടം വരാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ, കടം വരാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ. അല്ലാഹു കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം, ചെയ്യാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്കും. ചെയ്യാൻ വലിയ കാര്യമൊന്നുമല്ല, പറഞ്ഞു കഴിയുമ്പോൾ പൊക്കാത്തവൻ രണ്ട് കൈയും പൊക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കടം മാറാനുള്ള ഒന്നാമത്തെ വഴി, വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. വീട്ടിൽ നിന്ന് മീൻ പിടിക്കാൻ അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടി, നിന്റെ പണിക്ക് വേണ്ടി നീ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ വീടിന്റെ കവാടത്തിൽ ആദ്യം കാണുന്ന മനുഷ്യനോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് സലാം പരിപൂർണമായി പറഞ്ഞ നിന്റെ കടം മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. എന്ത് പറഞ്ഞാ മതി? എന്ത് പറഞ്ഞാ മതി? നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ? നാലിച്ചേക്ക് സ്വന്തം ഭാര്യയോട് സലാം പറയുന്ന എത്ര ഭർത്താക്കന്മാരാ ഉള്ളെ? റോഡേ വരുന്നവനോടും പോന്നവനോടൊക്കെ പറയും, പള്ളിയിൽ പോയ ഉസ്താദിനോട് പറയും, മുക്രിയോടും എല്ലാവരോടും പറയും. എന്നാ ഭാര്യയോട് വീട്ടിൽ പോകുമ്പോ സലാം പറയുന്ന എത്ര ഭർത്താക്കന്മാരാ ഉള്ളെ? ഭർത്താവിനോട് സലാം പറയുന്ന എത്ര ഭാര്യമാരല്ല? നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ വയലൊക്കെ കഴിഞ്ഞു, ഭാര്യ, അപ്പൊ നമ്മൾ ആണുങ്ങൾ ചിലപ്പോൾ വീട്ടിൽ പോകത്തില്ല, നമ്മളെങ്ങാനും വീട്ടിൽ പോയിട്ട് ഒരു സലാം പറഞ്ഞാൽ പെണ്ണുമ്പിള്ള വിചാരിക്കും അല്ലാഹു ഇങ്ങാർക്ക് എന്തോ ചെയ്താൻ കൂടിയിട്ടുണ്ടെന്ന്. അങ്ങനെ ചിന്തിക്കണേ. ഇപ്പൊ വയല കഴിഞ്ഞിട്ട് ഈ പെണ്ണുങ്ങൾ, അല്ലാഹു ഭർത്താവ് മീൻ പിടിക്കാൻ പോകുന്ന മനുഷ്യനാ, ഒരുപാട് കടവുണ്ട്, ഉസ്താദ് പറഞ്ഞതല്ലേ, രാത്രി 10 മണിക്ക് വീട്ടിൽ പോയി കഥകി തട്ടി, ചങ്ങാതി പിന്നെ വയലൊന്നും കേൾക്കാൻ വരൂല്ല, അവൻ വലിയ പണ്ഡിതനാ, വീട്ടിൽ കിടപ്പുണ്ട്. രാത്രി വന്നങ്ങോട്ട് കഥകു തുറക്കുമ്പോ ഭാര്യ പറയും, ജീവിതത്തിൽ ആദ്യമായിട്ടാ സലാം പറയുന്നത്, അപ്പൊ ഇത്തിരി നാണക്കേട് ഉണ്ടാകും. ഇങ്ങനെ എന്നിട്ട് പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ വിചാരിക്കും അല്ലാഹ് പഠിച്ചോനെ ഇപ്പോഴാണെങ്കിൽ വണ്ടി നടത്താം, പിന്നാണെങ്കിൽ വണ്ടി വിളിക്കണം. എന്താ അവസ്ഥ?
നമ്മളാരെങ്ങനെ അധികം പേരും എൻ്റെ സഹോദരങ്ങളെ കടം മാറാനുള്ള ഒരു വഴി, നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ കാണുന്ന വ്യക്തിയോട് സലാം പരിപൂർണമായി പറഞ്ഞാൽ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. 2, കടക്കാരനായി മരിക്കാതിരിക്കണമെങ്കിൽ. കടക്കാരനായി മരിച്ച ഷഹീദാണെങ്കിൽ പോലും രക്ഷയില്ലെന്ന അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വീടിന്റെ മുന്നിൽ വെച്ച് സലാം പറഞ്ഞു, വീടിന്റെ അകത്ത് കയറിയിട്ട് ഇട്ടിരിക്കുന്ന വസ്ത്രം ഇങ്ങനെ ഊരി കയ്യിൽ പിടിക്കണം. ധരിച്ചിരിക്കുന്ന വസ്ത്രം ഊരി കയ്യിൽ പിടിച്ചിട്ടൊരു സൂറത്ത് ഓതണം, സൂറത്തുൽ ഇഖ്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് അങ്ങോട്ട് ഓത്. അല്ലാഹുവേ, നീ കടക്കാരനായി മരിക്കൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പരീക്ഷണം അത് എന്തുമാകട്ടെ, എത്ര വലിയ പരീക്ഷണമാണെങ്കിലും അത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. അതങ്ങോട്ട് സഹിക്കാനും ക്ഷമിക്കാനും നമ്മളെ കൊണ്ട് കഴിയണം. അത് സഹിക്കാനും ക്ഷമിക്കാനും അതിന് പ്രതിഫലം സ്വർഗമാണ്. അള്ളാഹു അതിന് പകരം തരുന്നത് പ്രതിഫലം സ്വർഗമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ 18 കൊല്ലം ഇങ്ങനെ ചുമന്നുകൊണ്ട് നടന്ന് എല്ലും തോലുമായിരുന്നു അയ്യൂബ് നബി. രോഗം പിടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുമ്പോഴും ഇങ്ങനെ ചുമന്നുകൊണ്ട് നടന്നു റഹ്മത്ത് ബീബി. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞു, അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അല്ലാതെ കഴുത്തറുത്തിട്ട് പോണവളാണെങ്കിൽ പോയില്ലേ. താത്താമാരെ, നിങ്ങൾക്ക് പോണെങ്കിൽ പൊക്കോ, സ്വാതന്ത്ര്യം ഉണ്ട്, വേണ്ടെന്നാരും പറയണില്ല. ഇപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വ്യഭിചരിക്കാൻ പോയാലും കേസില്ലല്ലോ. പോണ്ടവരൊക്കെ പൊക്കോളി, വിരോധമൊന്നുമില്ല. പോകേണ്ടവർക്കൊക്കെ പോകാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നേരെ ചൊവ്വപ്പോ ഇങ്ങനെ വല്ലാത്ത മക്കളെയും തള്ളിങ്ങനെ വിഷം കൊടുത്ത് കൊല്ലാനും കറക്കാനും ഒന്നും നിൽക്കണ്ട. നിനക്ക് വേണമെങ്കിൽ പൊക്കോ. ചില ഭർത്താക്കന്മാർ വാതിൽ തുറന്നിട്ടിരിക്കുക, പൊക്കോളെ, അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്നും ചിന്തിക്കുന്നവരുണ്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. കടപ്പുറത്ത് ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടാ, ഫോൺ നമ്പർ തരാനും ചിരിക്കാനും വിളിച്ചാൽ ഇറങ്ങി വരാനും 100 ഉണ്ടാവും. നിനക്ക് ഫോൺ നമ്പർ തരാനും നീ ഒന്ന് വിളിച്ച ഞാൻ ഇറങ്ങി ഇതാ വരുന്നെന്ന് പറഞ്ഞ് വരാൻ 100 ഉണ്ടാകും. വിളിച്ചോണ്ട് വന്നാൽ നിന്റെ ഗതി ഇങ്ങനെയൊക്കെ തന്നെയാ. അതുകൊണ്ട് പറയുകയാ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫളുഫറു ബിദാത്തി ദീൻ, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്ക് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ദീനില്ലെങ്കിൽ എല്ലാം പോയി, അതാർത്ഥം. ദീൻ ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. ഇന്നിപ്പോ അതാരും നോക്കാറില്ല. ഇന്നിപ്പോ ചെറുപ്പക്കാര് പെണ്ണ് കിട്ടുമ്പോ ആദ്യം നോക്കുന്നത് പണം എത്ര കിട്ടുമെന്നാ. പണം എത്ര, സ്ത്രീധനം എത്ര കിട്ടും. ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ അതിന് വേറെ പേരായിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീധനം എന്ന് പറയാ. ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് കെട്ടിച്ചതാണെങ്കിലും കുഴപ്പമില്ല, ഇനി ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയതാണെങ്കിലും കുഴപ്പമില്ല, ഇവനെക്കാളും വയസ്സ് കൂടിയതാണെങ്കിലും കുഴപ്പമില്ല. പൈസ കിട്ടുമെങ്കിൽ കെട്ടാൻ തയ്യാറാണ്. നീ പോയി നല്ല ഒരു പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടു, വാപ്പായും ഉമ്മായും പറയും വേണ്ട. കാരണം എന്താ? പൈസ ഇല്ല, വേണ്ട. എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ തസവ്വജ ലിംറഅത്തി മാലിഹ, ഏതെങ്കിലും ഒരു മനുഷ്യൻ പെണ്ണിന്റെ പണം കണ്ടിട്ട് വിവാഹം കഴിച്ചാൽ നീ യതീംഖാനയിലായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണിന്റെ പണം കണ്ടിട്ട് വിവാഹം കഴിച്ചാൽ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ദാരിദ്ര്യം തരും, അത് ഉറപ്പാ. അതുകൊണ്ട് പെണ്ണിന്റെ പണം 101 പവനും കാറും നോക്കി നീ നിൽക്കണ്ട, ഉള്ളത് മേടിച്ച് കെട്ടിക്കോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 2 ഐശ്വര്യ റായിയുടെ മക്കളെ മാത്രമേ കെട്ടത്തുള്ളൂ. രണ്ടാമതെന്ന് ചെറുപ്പക്കാരെ നോക്കുന്നത് സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ മാത്രമേ കെട്ടൂ. ചെറുപ്പക്കാരോട് പറയാ, വേണ്ടടാ അമ്മനെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്നേഹം കൊണ്ട് പറയാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത്, സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത്ര സത്യമല്ലേ? സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയും, ഉറപ്പാ. ഈ നാട്ടിലെ ഒരു പെണ്ണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ ചെറുപ്പക്കാരൊക്കെ വന്ന് ഇങ്ങനെ നോക്കുക. ചെറുപ്പക്കാരിങ്ങനെ ബൈക്കിൽ വന്ന് നോക്കുന്നു, 4 പേരെന്നെ നോക്കുന്നു. നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഓൾ അർശിന്റെ മുകളിൽ കയറും. അതാ അവസ്ഥ. സൗന്ദര്യം നോക്കിയിട്ട് കെട്ടാൻ നിൽക്കരുത്, പണി കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3-മതായിട്ട് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, കുടുംബ മഹിമ നോക്കിയിട്ട് വിവാഹം കഴിക്കരുത്. ദീനില്ലാത്ത കുടുംബ മഹിമ മാത്രം നോക്കിയിട്ട് വിവാഹം കഴിച്ച നിനക്ക് ആ വീട്ടിൽ ഒരു വിലയുണ്ടാകത്തില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നോക്കേണ്ടത് ദീനുള്ള പെണ്ണ്, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. അങ്ങനെ കഴിച്ചാലേ ജീവിതത്തിൽ സമാധാനമുള്ളൂ. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരിക്കുന്ന കാലം വരെ ഖദീജാനെ മറന്നില്ല. 11 ഭാര്യമാരുണ്ടായിരുന്നു.
ഖദീജ ബീബി ജീവിച്ചിരുന്നപ്പോൾ വേറെ വിവാഹം കഴിച്ചിട്ടില്ല. അതിനുശേഷമാണ് മറ്റുള്ള വിവാഹം മുഴുവനും കഴിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മറ്റുള്ള ഭാര്യമാരോട് പറയും ഖദീജാനെ പോലെ ആവണം. മറ്റുള്ള ഭാര്യമാരോട് പറയും ഖദീജാനെ പോലെയാകണം. എന്റെ ഖദീജ അങ്ങനെ ആയിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെ ആയിരുന്നു. കേട്ട് 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 ഇവർക്കൊക്കെ മടുത്തു. എന്തിന്? തന്റെ വീട്ടിൽ ആരെങ്കിലും അല്പം ഭക്ഷണം കൊണ്ടുകൊടുത്ത അപ്പൊ പകുതി ഖദീജയുടെ കൂട്ടുകാരിക്ക് കൊടുത്തിടുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഭാര്യയോടുള്ള സ്നേഹം. തന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ എപ്പോഴും ഖദീജ ബീവിയെ കുറിച്ച് പറയണ കേട്ടപ്പോ ആയിഷ ബീവി ചോദിച്ചു, ഈ കിളവി ഏതാ നബി ഇത്ര വിളിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, ഖദീജ നീ മക്കളെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ പോ. കാരണം എന്ത്? നിനക്ക് പട്ടിണി കിടക്കാൻ അറിയില്ല. ഖദീജ ബീബി മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകളാ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് പട്ടിണി കിടക്കാൻ അറിയത്തില്ല, പ്രയാസവും ദുഃഖവും ദുരിതമൊന്നും താങ്ങാൻ നിന്നെ കൊണ്ടാകൂല, നീ വീട്ടിൽ പോ മക്കളെയും കൊണ്ട്. നീ മക്കളെയും കൊണ്ട് വീട്ടിൽ പോകാൻ പറയുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചിട്ട് പറയാ, നബിയെ എന്നെ പറഞ്ഞു വിടല്ലേ നബിയെ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയെ. ജീവിക്കാനാണെങ്കിൽ ഒരുമിച്ച്, മരിക്കാനാണെങ്കിൽ ഞാനുണ്ട്. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും അവസാനം വരെ ഞാൻ കൂടെയുണ്ട് നബിയെ. അതാണ് ഭാര്യ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ഞാനിത് പറഞ്ഞെന്തെന്നറിയോ, ഈ നാട്ടിൽ എന്റെ പ്രിയമുള്ളവരെ പല ചെറുപ്പക്കാരും പറയുന്നു, ഉസ്താദെ ഗൾഫ് നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുക, വീട്ടിലോ കിടങ്ങാനും വിളിച്ച സമാധാനം എന്ന് പറയുന്ന സാധനം തരുന്നില്ല ഉസ്താദെ. അവിടെ സമാധാനമില്ല. അവിടെ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നു. അവസാനം ഒരു സമാധാനത്തിന് വേണ്ടി വീട്ടിലേക്ക് വിളിച്ച അപ്പൊ ഇവിടെ നിന്ന് അതിനേക്കാളും അള്ളാഹുവെ വിളിക്കണ്ട എന്ന് തോന്നുന്ന അവസ്ഥയിൽ ഭാര്യമാർ വല്ലാത്ത പരാതികൾ. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരീക്ഷണമുണ്ടാകുന്ന സമയത്ത് ഒന്നുകിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ധൈര്യം കൊടുക്കണം, ഒന്നെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ് ധൈര്യം കൊടുക്കണം, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യ ധൈര്യം കൊടുക്കണം. ഇത് ദീനുണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് ജൗഫർ റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ, ജൗഫർ തങ്ങളുടെ ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവേ, ഒരു ദിവസം വീട്ടിലേക്ക് ഓടി വരികയാണ്. വല്ലാത്ത സന്തോഷത്തിൽ ജൗഫർ ഇങ്ങനെ ഓടി വരികയാ. പ്രവാചകൻ അല്ലാഹുവേ വീട്ടിലേക്ക് ഓടി വരുന്നു. പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുന്നു, എന്തേ എന്ന് വല്ലാത്ത സന്തോഷമെന്ത്? അവിടെന്ന് പറയുന്നു, പെണ്ണേ, ഇന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. ഇന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നു. അതിന്റെ സന്തോഷമാണെന്ന് പറയുമ്പോ ഭാര്യയും ഭർത്താവും സന്തോഷം കാരണം തുള്ളിച്ചാടുകയാ. രണ്ടുപേർക്കും വല്ലാത്ത സന്തോഷമായി. അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണേ നീ പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ ഭക്ഷണം ഉണ്ടാക്കൂ. അതാ ജൗഫർ തങ്ങൾ അതാ കടന്നു ചെന്നിട്ട്, പ്രവാചകന് ആട്ടിറച്ചി വല്ലാത്ത ഇഷ്ടമാ. അവിടെ ഒരാടിനെ പിടിച്ചു അറുക്കുകയാണ്. പെട്ടെന്ന് വൃത്തിയാക്കിയിട്ട് പ്രവാചകന് കൊടുക്കുന്നതിന് വേണ്ടി അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം വെക്കുകയാ. അതാ ഒരാള് ചപ്പാത്തി ഉണ്ടാക്കുന്നു, ഒരാള് ഇറച്ചിക്കറി റെഡിയാക്കുന്നു. പടച്ചവനെ, രണ്ടുപേരും വല്ലാത്ത സന്തോഷത്തിലാണ്. ആ സമയം വീടിന്റെ വെളിയിൽ രണ്ട് പിഞ്ചുമക്കൾ നിന്ന് കളിച്ചു കൊണ്ടിരിക്കുകയാ. രണ്ട് മക്കള് വീടിന്റെ വെളിയിൽ നിന്ന് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജ്യേഷ്ഠൻ അനുജനോട് ചോദിക്കുന്നു, മോനെ, വാപ്പാടിനെ അറുക്കുന്നത് കണ്ടോ മോനെ? ജ്യേഷ്ഠൻ അനുജനോട് ചോദിക്കുകയാ, വാപ്പാടിനറുക്കുന്നത് കണ്ടു? അനുജൻ പറഞ്ഞു, ഇല്ല ഇക്കാ, വാപ്പാടിനറുക്കുന്നത് ഞാൻ കണ്ടില്ല. കാണണോ മോനെ? വാപ്പാടിനറുത്തത് എങ്ങനെയാണെന്ന് കാണണോ പൊന്നുമോന്? അനുജൻ പറഞ്ഞു, കാണണമിക്കാ. എന്തേ ചെയ്തതെന്നറിയോ? വാപ്പാടിനെ അറുത്തിട്ട് വെച്ച കത്തിയെടുത്തുകൊണ്ട് വരികയാണ്.
വാപ്പാടിനറുത്തിട്ട് വെച്ച കത്തിയെടുത്തു കൊണ്ടുവരികയാ. എന്നിട്ട് വാപ്പാടിനെ പിടിച്ചു കടത്തിയതുപോലെ തന്റെ അനുജനെ പിടിച്ച് കടത്തിയിട്ട് അതാ കഴുത്തിന്റെ മുകളിലേക്ക് കത്തിയെടുത്ത് വെക്കുകയാണ്. വാപ്പാടിനെ അറുത്തതിന് പോലെ വാപ്പാടിന്റെ കഴുത്തിൽ കത്തി വെച്ചറുത്തതുപോലെ ജ്യേഷ്ഠൻ തന്റെ അനുജന്റെ കഴുത്തിൽ വെച്ച് കത്തി അറുക്കുകയാ. തന്റെ പൊന്നാര അനുജന്റെ കഴുത്തങ്ങ് മുറിയുകയാണ്. റബ്ബേ രക്തമിങ്ങനെ ഒലിക്കുകയാണ്. അവിടെ നിന്ന് രക്തമിങ്ങനെ കഴുത്തിൽ നിന്ന് ഒലിക്കുകയാണ്. തന്റെ കൂടപ്പറപ്പ് കണ്ണിന്റെ മുന്നിൽ കിടന്നു പിടയുകയാ. തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്നു പിടഞ്ഞു പിടഞ്ഞു മരിക്കുകയാ. വാപ്പയും ഉമ്മയും വീടിന്റെ അകത്തിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുകയാ. രണ്ടുപേരും ഒന്നും അറിയുന്നില്ല. ഇളയ മകൻ തന്റെ കൂടപ്പറപ്പിന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിക്കുകയാണ്. കയ്യിലിരുന്ന് കത്തിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് മൂത്ത മകൻ ഓടുകയാ. പേടിച്ച് വിറച്ചുകൊണ്ടാ പൊന്നുമകൻ ഓടുകയാണ്. ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് ഓടിക്കേറുമ്പോ കാല് തെറ്റികെട്ട് താഴെ വീഴുകയാ. തല വന്ന് തറയിലടിച്ചിട്ട് ആ പൊന്നുമോന്റെ തലയൂട്ടി പൊട്ടിപ്പിളരുകയാണ്. തലച്ചോറ് പോലും വെളിയിലേക്ക് തെറിക്കുകയാ. ആ പൊന്നുമോനും അവിടെ കിടന്ന് മരണപ്പെടുകയാണ്. പടച്ചവരെ, രണ്ട് മക്കള് വീടിന്റെ വെളിയിൽ മരിച്ചു കിടക്കുമ്പോ ഭാര്യയും ഭർത്താവും ഒന്നും അറിയാതെ വീടിന്റെ അകത്ത് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ. പടച്ചവരെ, നെയ് തീർന്നു പോയി. വാങ്ങുന്നതിന് വേണ്ടി ജൗഫർ തങ്ങളുടെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങുമ്പോ അല്ലാ, ഒരുമ്മ കാണാൻ പാടില്ലാത്ത കാഴ്ചയാണല്ലോ. മക്കളുടെ മയ്യത്ത് കാണാൻ ഏത് ഉമ്മയ്ക്കാ സാധിക്കോ? തന്റെ ഇളയ മകൻ പടച്ചവനെ കഴുത്ത് വീർ രക്തത്തിൽ കുളിച്ചു മരിച്ചു കിടക്കുന്ന രംഗമാണ് കാണുന്നത്. സുബ്ഹാനല്ലാഹ്, തന്റെ പൊന്നാര മകന്റെ മയ്യത്തിന്റെ മുന്നിലങ്ങ് പിടഞ്ഞു വീഴുകയാ. അല്ലാഹുവേ, കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നതല്ലാ, ഇത് പടച്ച റബ്ബിന്റെ പരീക്ഷണമാണല്ലോ. എന്റെ ഭർത്താവ് ഇതറിയാൻ പാടില്ല. എന്റെ ഭർത്താവിനോട് ഇത് പറയാൻ പാടില്ല. കാരണം എന്റെ ഭർത്താവിന് സഹിക്കാൻ കഴിയില്ലല്ലോ. റസൂലുള്ളാഹിന് കൊടുക്കാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണല്ലോ. ഇന്ന് പ്രവാചകൻ വീട്ടിലേക്ക് വരുന്ന ദിവസമാണല്ലോ. അതുകൊണ്ട് എന്റെ ഭർത്താവ് അറിയാൻ പാടില്ല. പ്രവാചകൻ തിരിച്ചു പോകുന്നത് വരെ പറയാ പാടില്ല. ആ പെറ്റുമ്മ തന്റെ പൊന്നാര മകന്റെ ജനാസ കൊണ്ടുപോയി മറച്ചിടുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോ തന്റെ മൂത്ത മകന്റെ ജനാസയാണ് കാണുന്നത്. ആ പൊന്നുമകനെയും എടുത്തുകൊണ്ട് വന്ന് കൂടപ്പറപ്പിന്റെ കൂടെ കിടത്തുകയാ. അവസാന കണ്ണുനീര് തുടച്ചിട്ട് പടച്ചവനെ അടുക്കളയിലേക്ക് കിടന്നു ചെല്ലുകയാണ്. എന്തേ പെണ്ണ്, നിന്റെ മുഖത്തെന്തേ വല്ലാത്ത ഒരു പ്രയാസം? അവിടെ നിന്ന് പറഞ്ഞു ഒന്നുമില്ലോ. ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കടന്നു വരുമ്പോ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പോകുന്ന വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട് നബിയേ. ഭക്ഷണം കഴിക്കുമ്പോ അവരെ കൂടെ വിളിച്ചിരുത്തിയിട്ടേ കഴിക്കാവൂ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവേ, പ്രവാചകന് കടന്നു വന്നു. ജൗഫർ തങ്ങളെ വീടിന്റെ അകത്ത് വിളിച്ചു കയറ്റി. കഴിക്കാ ഭക്ഷണം എടുത്തു വെച്ചു. കഴിക്കാ ഭക്ഷണം എടുത്തു വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജൗഫറേ, മക്കളെവിടെ ജൗഫറേ? മക്കളെ വിളിക്കൂ ജൗഫറേ. ജൗഫർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. റസൂലുള്ളാഹിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്റെ മക്കൾക്ക് ഭാഗ്യം കിട്ടിയല്ലോ. അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണെ മക്കളെ വിളിക്കൂ. അല്ലാഹുവേ, ഭാര്യയോട് പറയുമ്പോ ഇടിത്തീ പോലെയാണ് ആ വാക്കവിടുത്തെ മനഞ്ചിലേക്ക് തറയ്ക്കുന്നത്. അവിടെ നിന്ന് പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ഭക്ഷണം കഴിക്കാൻ പറ. ഭർത്താവ് രണ്ടാമതും പറഞ്ഞു, മക്കളെ വിളിക്കാ. ഇല്ല ജൗഫറേ, മക്കളോട്
മക്കളോട് ഭക്ഷണം കഴിക്കാൻ പറ. മൂന്നാമതും പറഞ്ഞു റസൂലുള്ളാഹിയാ വിളിക്കുന്നത് മക്കളെ വിളിക്കാതെ വരുമ്പോ ജൗഫർ തങ്ങൾ തന്റെ ഭാര്യയോട് ദേഷ്യപ്പെടുകയാണ്. അവസാനം നിവർത്തിയില്ലാതെ വന്നപ്പോ കയ്യിൽ പിടിച്ചുകൊണ്ട് വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയിട്ട് പുതച്ചിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ ജൗഫർ തങ്ങൾ തന്റെ പൊന്നാര മക്കള് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ച കാണുമ്പോ അല്ലാഹ് തളർന്നു വീഴുകയാ. മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് പടച്ചവരെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഈമാനുള്ള ഒരു പെണ്ണിനെ അത് പറയാൻ കഴിയോ? ദീനുള്ള ഒരു പെണ്ണിനെ അത് പറയാൻ കഴിയോ? സ്വന്തം മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ അവിടെന്ന് പറയുന്നു ജൗഫറേ, അല്ലാഹുവിന്റെ പരീക്ഷണമോ, അല്ലാഹുവിന്റെ പരീക്ഷണമോ. ഇത് നമുക്ക് ക്ഷമിച്ചാ പ്രതിഫലം സ്വർഗമാണ്, ക്ഷമിച്ചാ സ്വർഗമാണ്. അതുകൊണ്ട് എഴുന്നേക്ക്. ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകരാ. എന്ത് പറഞ്ഞിട്ടും ജൗഫർ തങ്ങൾ കരച്ചിൽ നിർത്തുന്നില്ല. ആ സമയത്ത് ഭാര്യ വിളിക്കുന്നു, ജൗഫറേ, നമ്മുടെ വീടിന്റെ അകത്തിരിക്കുന്നത് ആരെന്നറിയുവോ? അമ്മുമ്മയെക്കാല്, വാപ്പയെക്കാല്, മക്കളെക്കാല്, കൂടപ്പറപ്പിനെക്കാല്, സ്വന്തം ശരീരത്തിനെക്കാല് നമ്മളെ സ്നേഹിക്കേണ്ട പ്രവാചകന് ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുമ്പോ സ്വന്തം മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണോ ജൗഫറേ? എഴുന്നേക്ക്. കണ്ണുനീര് തുടച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഭക്ഷണം കഴിക്കാൻ പറ. അറിഞ്ഞാ ഈ കഷ്ടപ്പെട്ടത് മുഴുവനും വെറുതെയായി പോകും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സ് വേദനിക്കും. അതുകൊണ്ട് പറയില്ലേ, പ്രവാചകരോട് പറയില്ലേ, ഭക്ഷണം കഴിക്കാൻ പറ. അല്ലാഹു സ്വർഗം തരും, അല്ലാഹു നമുക്ക് സ്വർഗം തരും. ഇന്ന് ക്ഷമിച്ചാ പടച്ചവൻ നമുക്ക് സ്വർഗം തരുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പെങ്ങളെ അങ്ങനെയാകണം പൊന്നുമോള്. ഒരു പരീക്ഷണമുണ്ടാകുമ്പോ തകർന്നിരിക്കുന്ന ഭർത്താവിന് ധൈര്യം കൊടുക്കേണ്ടത് നീയാ പൊന്നുമോള്. ചെറുപ്പക്കാരാ, അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ നിന്റെ ഭാര്യയെ സമാധാനിപ്പിക്കേണ്ടത് നീയാണ്, പ്രതിഫലം പറഞ്ഞു കൊടുക്കേണ്ടത് നീയാണ്, ക്ഷമിക്കാൻ പറഞ്ഞു കൊടുക്കേണ്ടത് നീയാണ്. അതുകൊണ്ട് പടച്ചുറപ്പൊരു പരീക്ഷണം തരുമ്പോ ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹു നാളെ കൊടുക്കുന്ന പ്രതിഫലം വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. വിചാരണയില്ലാതെ നാളെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ വിഭാഗമാരാ? സുമ്മ യഊദു ഫയുനാദിൽ മുനാദി അയ്യുല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുവോ? പ്രവാചകരപടന്ന് പറയുകയാ. രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുവോ? പാതിരാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോ, പാതിരാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവനുണ്ടല്ലോ, തഹജ്ജുദ് നിസ്കരിക്കുന്നവനുണ്ടല്ലോ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കിടക്കുന്ന രണ്ടാമത്തെ വിഭാഗം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. ഇവിടെ പകല് നിസ്കരിക്കുന്നില്ല ഉസ്താദെ, ഇനിയപ്പോ രാത്രി. ഇവിടെ പകല് നിസ്കരിക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, പകലു പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ആരെ കൊണ്ടും പറ്റും? പകല് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ആരെ കൊണ്ടും പറ്റും? രാത്രി നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റൂല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു,
പകല് പള്ളി നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ രാത്രി നിസ്കരിക്കണമെങ്കിൽ തന്റെ ഭാര്യ ചാരത്ത് കിടക്കുമ്പോൾ അവളെ മാറ്റിക്കിടത്തിയിട്ട് പച്ചവെള്ളത്തിൽ ഒതുവെടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ ഒതുവെടുത്തിട്ട് രാത്രി 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് ബാങ്ക് വിളിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റ് നിസ്കരിക്കണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയുടെ അടയാളവാ അവൻ തഹജ്ജുദ് നിസ്കരിക്കും. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം വാപ്പയോ ഉമ്മയോ ചെറുപ്പക്കാരോ നിങ്ങൾ ആരെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെങ്കിൽ നിന്നെ അള്ളാഹു സ്നേഹിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രതിഫലം ഞാൻ പറയുന്നില്ല, ഒരുപാട് പ്രതിഫലമാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? പാതിരാത്രി എഴുന്നേറ്റ് അള്ളാഹനെ ഓർത്താ കിട്ടുന്ന പ്രതിഫലം അറിയോ? പാതിരാത്രി എഴുന്നേറ്റിട്ട് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നാട്ടുകാരും കുടുംബക്കാരും വീട്ടുകാരും എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് പാതിരാത്രി 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മനുഷ്യ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയിൽ എല്ലാവരും തലതാഴ്ത്തിയിട്ടാണ് നടക്കുന്നത്. എല്ലാ തലതാഴ്ത്തിയാണ് പിടിക്കുന്നത്. എല്ലാവരും തലതാഴ്ത്തി നടക്കുന്ന ദിവസം 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 2 വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ആ 2 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? പാതിരാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് തന്റെ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാന്റെ കോടതിയിലേക്ക് നീ കടന്നു വരുമ്പോ നിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. നിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കും ചെറുപ്പക്കാരാ. പെങ്ങളെ, തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ തല ഉയർന്നു നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ജീവിതത്തിൽ ഒരുപാട് പ്രയാസവുമായി കിടക്കുന്നവരോ, ഉസ്താദേ ദുആ ചെയ്യട്, ഉസ്താദേ ദുആ ചെയ്യട്. പടച്ചവനെ കോടികൾ കൊടുത്ത് വാങ്ങിയിട്ടിട്ട് കടലിൽ പോയി മീൻ പിടിക്കുമ്പോ വല്ലാത്ത പ്രയാസമാ ഉസ്താദേ, ജീവിതം വല്ലാത്ത പ്രയാസത്തിലാണെന്ന് പറയുന്നവര്, നിന്റെ ദുആയിക്ക് ഇജാബത്ത് വേടോ, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കടോ. 11 സമയങ്ങളിൽ ആര് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമെന്നാ. നിങ്ങളുടെ ആരുടെയെങ്കിലും ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയാൻ പറ്റിയ സമയമുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനോട് പറയാൻ പറ്റിയ 11 സമയമുണ്ട്. ആ 11 സമയത്തിലെ ഒരു സമയം ഏതെന്നറിയോ? എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഒന്നാൻ ആകാശത്തിൽ വന്നിട്ട് പടച്ചവന് ഭൂമിയിലേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാ, ആരാ ദുആ ചെയ്യുന്നത്? ആരാണ് എന്നോട് ചോദിക്കുന്നത്? അവന് ഞാൻ ഉത്തരം തരാമെന്ന് പറഞ്ഞ് പടച്ചുറപ്പ് ഒന്നാൻ ആകാശത്തിൽ വന്നിരിക്കുന്ന സമയമോ, ആ സമയം എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയണമല്ലാ, എന്റെ പ്രയാസമൊന്ന് മാറ്റിത്താ അല്ലാ, എന്റെ രോഗമൊന്ന് ശിഫയാക്കിത്താ അല്ലാ, എന്റെ കച്ചവടത്തിലെ ബർക്കത്ത് ചെയ്യല്ലാ, എന്റെ കുടുംബത്തെ പട്ടിണിയാക്കല്ലേ അല്ലാ. ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമോ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവനല്ലേ പൊന്നുമോര്? കള്ളു കുടിച്ചില്ലേടാ, വ്യഭിചരിച്ചില്ലേടാ, പലിശ തിന്നില്ലേടാ, എന്തെല്ലാം മോശമായ പ്രവർത്തനങ്ങളുമായി കഴിയുന്നവരാ. ചെറുപ്പക്കാരാ, നന്നാകണമെന്ന് തോന്നുന്നില്ലേ പൊന്നുമോര്? പ്രായം കുറെ ആയില്ലേടാ, ഈ അഹങ്കാരം മുഴുവനും കാണിച്ചിട്ട് എന്നും നിന്നെ പടച്ചവനൊന്നും തരാതെ ഈ ദുനിയാവിലൂടെ നടത്തിക്കൊണ്ട് നടക്കുന്നില്ലേ? എല്ലാം ഒന്ന് നിനക്ക് നിർത്തിക്കൂടെ? എല്ലാ ദുശീലങ്ങളും ഒന്ന് നിർത്തിക്കൂടെ? ഒരു പ്രിയപ്പെട്ട പിതാവെന്ന് കരന്നുകൊണ്ട് പറയുന്ന ഉസ്താദേ, എന്റെ പൊന്നുമോന് കള്ളു കുടിക്കുന്നവനാ ഉസ്താദ്, എന്നെ തല്ലുന്ന ഉസ്താദ്, എന്നെ തല്ലുന്ന ഉസ്താദ്, വീടിന്റെ അകത്തൊരു സമാധാനമില്ല ഉസ്താദിന്റെ പൊന്നുമോനൊന്ന് നന്നാകാ ദുആ ചെയ്യടൂ. വേണ്ടടാ ചെറുപ്പക്കാരാ, പൊന്നുമോനെ കള്ളു കുടിക്കല്ലേടാ പൊന്നുമോന്. റസൂലുള്ള പറയുകയാ, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന,
ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത 3 വിഭാഗം ആൾക്കാരുണ്ട്. ഒരിക്കലും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കാത്ത 3 വിഭാഗമുണ്ട്. അതിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ? നിന്റെ തൊണ്ടക്കുടിക്ക് താഴെ കള്ളറക്കിയ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് കിട്ടൂലടാ. അല്ലാഹുവിന്റെ സ്വർഗം നിനക്കില്ല. പടച്ച റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിച്ച് മടങ്ങാതെ നിനക്ക് റബ്ബിന്റെ സ്വർഗം കിട്ടുമെന്ന് നീ കരുതല്ലേ. എല്ലാ പാവങ്ങളുടെയും തലയാടാ കള്ളുകൊടി. നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി കളയും ചെറുപ്പക്കാരാ. മനുഷ്യരിബൽ ഖംറ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മനുഷ്യരിബൽ ഖംറ നൂറുൽ ഈമാൻ. ഏതെങ്കിലും ഒരു മനുഷ്യനെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ നിനക്ക് ഈമാനില്ലടോ, 40 ദിവസം ദുആയിക്ക് ഇജാബത്തില്ല. നിന്നെ എങ്ങാടും ഇവിടത്തെ പള്ളിക്കാട്ടില് നിന്റെ മരണം എങ്ങനെയെന്നറിയോ? നിന്റെ മരണം എങ്ങനെയെന്നറിയോ? നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയില്ലടോ. നരകം കണ്ടിട്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മൃഗങ്ങള് ചാകുന്നത് പോലെ വിളിച്ചു കൂവിയിട്ട് ചാകാരാ നിനക്ക് വിധി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നല്ല മരണമില്ല. നിന്നെ ഇവിടത്തെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കി. എല്ലാവരും നിന്റെ തല കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് പലകയുമിട്ടിട്ട് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വന്നു. പോയി തുറന്നു നോക്കടാ ചെറുപ്പക്കാരോ. ഈ നാട്ടില് കള്ളു കുടിച്ച എവനെങ്കിലും ചത്തുപോയിട്ടുണ്ടെങ്കിൽ അവന്റെ കബറ് മാന്തി നോക്കടാ. അവന്റെ തല കിബിലയ്ക്ക് എതിരാട്. അവന്റെ തല നീ കിബിലയ്ക്ക് നേരെ വെച്ചാലും ഇരിക്കൂല. അവന്റെ തല തിരിഞ്ഞിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.